The best deleted scene ever witnessed in theater. അവന്റെ പ്രാണൻ പ്രാണഹതി നദിപ്രവാഹത്തിൽ ഒലിച്ചുപോയി. ഇത് ഡിലീറ്റഡ് സീനാണോ? ചിതാഭസ്മം ഈ കാറ്റിൽ കണ്ടല്ലോ. ആത്മാവ് അനന്തതയിലേക്ക് ഉയർന്നു മറഞ്ഞുപോയി. ബാഹുബലി മരിച്ചു. അവനെ പണ്ടേ നമ്മൾ കൊന്നു. അമരേന്ദ്ര ബാഹുബലി. എന്തിനാടാ നീ പറഞ്ഞത്? പക്ഷെ ഞാൻ ഇത് എവിടെ കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടുണ്ട്. നമ്മളെ കണ്ട ശേഷം ഡിലീറ്റ് ആക്കിയിരിക്കുകയാണ്. ആശ്വസിക്കൂ, എന്റെ മകൻ വന്നെത്തി. ബാഹുബലി മൃത്യുവിനെ കീഴടക്കി. ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, നിങ്ങൾക്ക് ഇത് തോന്നിയിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് പ്രഭാസ് എന്ന് പറയുമ്പോ ബാഹുബലിയും, യാഷ് എന്ന് പറയുമ്പോ റോക്കി ബായും ആണ്. അവര് വേറെ ഇനി ഏത് സിനിമ ചെയ്താലും അവര് രണ്ടുപേരും ഇതിനു വേണ്ടി ജനിച്ചവരാ. ഇതിനു വേണ്ടി മാത്രം ഈ രണ്ട് ക്യാരക്ടേഴ്സ് ആണ് അവര്. അതിന് വേറെ ഒരാളെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇവരെ യാഷെന്നും ഇതൊന്നും പറയുമ്പോ ഇത് മാത്രം ഓർമ്മേ വരുള്ളൂ. എന്താ അറിഞ്ഞൂടാ. അയ്യോ. Which is the most strongest gaming chair you know? Can you suggest me one? ഇങ്ങനെ ഷോക്ക് അടിച്ചോ? ഇതിലും വലിയ പരസ്യം എന്തിനല്ലേ? അതാ സൗണ്ടില്ലാതെ കാണാമല്ലോ. സൗണ്ടില്ലാതെ കാണാം. ഞാൻ റെസല്യൂഷനില്ല പുതിയത്, മനസ്സിലായ? അയ്യോ സത്യമല്ലേ, ഇതിലും വലിയ പരസ്യമില്ല അതിന്. ഇത് എന്ത് റിയലിസ്റ്റിക് അതെയോ? വിഷയം ഫോർ വീൽ ഡ്രൈവ്. എന്താ ഞാൻ ഷിംജിത, നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും. ഇപ്പൊ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യാണ്. 10 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ബെൻസ് കാർ വാങ്ങാനുള്ളത് ഇവിടുന്ന് കിട്ടുമെന്നാ കേട്ടത്. മുമ്പ് എനിക്ക് 400 ആയിരുന്നു സാലറി. ഇപ്പൊ 650 ദിവസ കൂലിയായി ഇവിടുന്ന് കിട്ടുന്നുണ്ട്. 3 നേരവും നല്ല ഫുഡും. ഞാൻ ഇപ്പോഴും ഹാപ്പിയാണ്. ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണ്. തെറ്റ് ചെയ്തവർക്കാണ് പരിഗണന. 10 വർഷം എന്നുള്ളത് 20 വർഷമായ മതിയിരുന്നു. നല്ല വരുമാനമാണ് ഇവിടെ. തെറ്റ് ചെയ്തവർക്കുള്ള ഒരു പ്രൊമോഷനാണ് ജയില്. കാണിച്ച തന്തയിലേക്ക് കിട്ടിയല്ലോ. ഞാൻ ഈ യൂണിവേഴ്സിൽ നിന്ന് ഇറങ്ങിയതാണേ.
മാറി 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 സംസാരിക്കണ്ട ഇപ്പൊ ഇല്ലാത്ത ഒരാളാ, മനസ്സിലായി. ഇതിനി നമ്മളെ മ്യൂട്ടില് പോന്ന് ഇതിനി അവരുടെ കാര്യങ്ങൾ അവര് തമ്മിൽ എന്താ വെച്ചാൽ ഇതിലെനിക്ക് അഭിപ്രായമില്ല. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ആയ ഒരു വ്യക്തിയാണ് വളരെ കുറച്ച് ആൾക്ക് മുമ്പ്. ഞാൻ പിന്നെ 2026 സമാധാനത്തിന്റെ പാതയിലേക്ക് ഇങ്ങനെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. മുച്ചിരിയാ, ഉച്ചിരി കോങ്ങാട് മുച്ചിരി സ്ഥലത്തിന്റെ പേര്. പ്രേരണാകുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. തൊട്ടു പിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു. I20 കേട്ടോ പോകുന്നത്. വൻ സെറ്റപ്പിലാ പോകുന്നത്, ചില്ലറക്കാരിയല്ല. എനിക്ക് വിക്കിയുടെ സംസാരം കേൾക്കുമ്പോ എനിക്ക് ചിരി വരും. പുള്ളി എന്തെങ്കിലും സീരിയസ് കാര്യം പറഞ്ഞാൽ എനിക്ക് ചിരി വരും. ഷിംജിത നമുക്കായിട്ട് പകർന്നു തന്ന കുറച്ച് അറിവുകൾ നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാം. കണ്ണിന് പകരം കണ്ണ് എന്ന നയം ലോകത്ത് വന്നു കഴിഞ്ഞാലേ ലോകത്തുള്ള ആളുകൾ മൊത്തം അന്ധന്മാരായിരിക്കുമെന്ന ഗാന്ധിജിയുടെ വാക്കുകളെ ഇന്ന് പലസ്തീന്റെ മനസ്സ് കിടന്ന് കുലുങ്ങുക. പുള്ളിക്കാരി പുറത്തുനിന്നായിരുന്നു തോന്നുന്നു. കുലുങ്ങല്ലേ, ഒരുപാട് കുലുങ്ങിയന്റെ ഇപ്പൊ അകത്തോട്ട് പോന്നേ. ഒന്ന് ആലോചിച്ച് നോക്കില്ലേ, ഓരോ ദിവസവും എത്ര നിരപരാധികളുടെ കണ്ണീരാ നമ്മൾ കാണേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും സത്യസന്ധമായ കാര്യങ്ങളാ ഈ പറയുന്നത്. ശരിക്ക് ഈ പ്രതികാരം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും മനസ്സമാധാനം കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അത് ഞങ്ങൾ അതങ്ങോട്ടാ പറയേണ്ടത്. എന്തെങ്കിലും സുഖം കിട്ടുന്നുണ്ടോ? ഇപ്പൊ കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ? സുഖിക്കുക. വേദന മാത്രല്ലേ തരുന്നുള്ളൂ. യഥാർത്ഥ ശക്തി എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാല് അത് അക്രമോ അല്ലെങ്കിൽ ആയുധങ്ങൾ. അയ്യോ, എന്താലേ പുള്ളിക്കാരി പ്രതീക്ഷിച്ചത് പോലെയല്ല കാര്യങ്ങൾ നടന്നത്. ഒരാള് കാരണം എന്തൊക്കെ സംഭവിച്ചല്ലേ. ആ പേരൻസിനും എന്തൊക്കെ ലോസായിരുന്നു. എന്റെ അമ്മ പറയാതിരിക്കാൻ വയ്യ. 2-3 വീഡിയോസ് ഉണ്ട്, അതോടെ കണ്ടിട്ട് കേറാം. എനിക്കിഷ്ടം കണ്ണേട്ടനെയാണ്, നിങ്ങളുടെ ചങ്ങാതിയെ. എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി കുറി ചൊല്ലുന്ന മലത്തേ എന്റെ കരളിന്റെ കഥ കേൾക്കുമോ കന്നിക്കുറിമാനം കേൾക്കുമോ. ഇവനൊരു എന്ത് ഒരു agent ആണ്. PR works ആടാ ഇവിടെ നടക്കണേ. ഡാർക്കോ കട്സ് ഇത് മാത്രം ചെയ്യണുള്ളവൻ. ഇത് ഡാർക്ക് കട്ട്സ് അല്ല, ഇത് ഡ്രീമർ ഗെയിമിംഗ് കേട്ടോ. ഡ്രീമർ ഗെയിമിംഗ് മണ്ടേ ഫോർവേഡ് ചെയ്താ കേട്ടോ. ഇത് അവൻ തന്നെ. ഇത് ഡ്രീമറാ. ഡാർക്കോ കട്ട്സ് എന്ന് പറഞ്ഞ ഡ്രീമറാ. സീരിയസ് ആട്ടോ? ആ പിന്നെ ഇതില് കോ ലീഡർ ഒക്കെ ആയിട്ട് ഇരുന്നുണ്ടല്ലോ, നമ്മൾ കോ ലീഡർ ഒക്കെ ആയിട്ട് ഇരുന്ന് ആർപിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് അത്ര ഇതായിട്ടൊന്നും കളിക്കാൻ പറ്റൂല, മനസ്സിലായ? ഡിസ്കോഡ് ഓപ്പൺ ചെയ്യാൻ വയ്യടാ എനിക്ക്. അത് ഡ്രീമർ ഉണ്ടോ നോക്ക്. ഇല്ല ഇത് മതാറുണ്ട്. അതാരാ? എല്ലാവരുടെ ഉണ്ടേ. അണ്ണാ ചന്ദന ദർവിളിച്ച ഉണ്ടല്ലേ ഇതൊന്നും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ മിഥുനെ ചോദ്യം ചോദിക്കാൻ പോകണം. അപ്പം മിഥുനെ വിറപ്പിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പൊ ചോദിക്കാൻ പോണേ. നമ്മള് മിഥുന ഈകളെ പറ്റി ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക് നീ പറയാ? ഏത് ഈകള്, ഏതാ ഈകള് ഗൂഗിള്, അവനൊക്കെ ഏതാണ് സത്യം പറഞ്ഞാല്? ഞാൻ കേട്ട് ആ മണവാളനെ നോക്കിയല്ലേ, എടാ പോയി തരത്ത് കളിക്കടാ, തരത്ത് പോയി കളിക്കും. മണവാളിന്റെ നേരെ അടുത്തില്ല, ആണെങ്കിൽ ഇത്തിരി കഴപ്പ് കൂടി ഉണ്ടെങ്കിൽ വല്ല എവിടെയും പോയി നിക്കടാ. നീ ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ, ഇന്നെ വെല്ലുവിളിക്ക്. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്നെ വെല്ലുവിളിക്ക്, എന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചതാ. കോമാളികളെ വെല്ലുവിളിക്കാറില്ലേ? വേറെ ഒന്നുമില്ല. അപ്പൊ ഒരു പുന്നാര പുണ്ടച്ചി മോൻ എന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ
ഇന്നെ റിയാക്ട് ചെയ്തുകൊണ്ടാണ് ഇതാക്കിയതല്ല. ഞാനായിട്ട് അങ്ങോട്ട് വള്ളി പിടിക്കാൻ പോകില്ല. ഇവന്റെ ഫാൻസ് വന്ന് ഇന്നെ ഇതാക്കുന്നുണ്ട്. ഫാൻസിന്റെ മെസ്സേജ് ഒക്കെ ഞാൻ അവിടെ വെക്കാം, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം ഇവന്നെ റിയാക്ട് ചെയ്തേക്കാം. പിന്നെ ഒറ്റൊരു കാര്യം, 18 വയസ്സിന് താഴെയുള്ള ആടുംകുട്ടികൾ പോവുക. ഇവരെ കണ്ടുപോയി, ഈ ഭാഗത്ത് കണ്ടുപോയത് ഇപ്പടിച്ച് പോകണം. കൊടുങ്ങല്ലൊരു ഭരണി പറയും അത്രയും ദേഷ്യം പിടിച്ചിട്ട്. നമുക്ക് ഈ പുണ്ടച്ചിമോൻ നിന്ന് ഇവനെ കുറിച്ച് പറയുന്നതെന്ന് നമുക്ക് കേട്ടോ. ഞാൻ ചാവും, എന്താ ചെയ്യാ? എന്തൊരു കലികാലാണ്. നിന്റെ വണ്ടി വെച്ച് ഒരേടാ മയിലേ അവിടെ കുണ്ണേ. നിനക്ക് അത്ര വിഷമാണെങ്കിൽ നിനക്ക് എടാ അപരാധി പുണ്ടച്ചി മോനെ, നീ സായോപ്പി ആവാൻ നോക്കിയാലില്ലേ? സായോപ്പിന്റെ കൊട്ടപ്പറി ആവുള്ളൂ. അത് മനസ്സിലാക്കണം. നീ ആളറിഞ്ഞ് കളിക്കണം. നീ ആളറിഞ്ഞ് കളിച്ചില്ല. നീ എന്താ ഇന്നെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കുക? ഉടുപ്പുണ്ടടാ പോയി. നിന്റെ തലയിൽ തീട്ടാണോ നാറി? സത്യം പറഞ്ഞാല് എന്താ ഞമ്മളുണ്ടാ വിചാരിച്ചിട്ട് നീ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ ഇത് നമ്മുടെ സീരിയസ് കോൺവെർസേഷൻ ആണോ ഇല്ല കോമഡി ആണോ? ഇത് കൊടലെന്നോന്നളിയാ സീരിയസ് ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല. തിരിച്ച് വായിച്ച് കൊണ്ടുവരുന്നത്. പുണ്ടച്ചി ഒരു കാര്യമില്ലാണ്ട് നീ എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കുക. നിന്റെ ചെറുപ്പനെ അടിച്ചു പൊളിക്കുന്ന നായെ. ആരാ നിന്റെ വിചാരം? നിന്നെ ഞാൻ പേടിക്കുന്ന നീ ഓലത്തും ഫാൻസ് പുണ്ടച്ചികള് കുറച്ച് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് വെക്കാം. തന്തയില്ലായ്മത്തരം കാണിക്കുന്ന പുണ്ടച്ചികളാണ് മനസ്സിലായി. എന്നാലും ഞാൻ കുറച്ച് 2-3 വായിക്കും. നീ ഊമ്പും ആയി. പിന്നെ നീ പറ്റുന്ന പണിക്ക് പോ. പിന്നെ ഞാൻ പറയുന്നില്ല, ഇതൊക്കെ ഇവന്റെ ഫാൻസിന് സംസ്കാരമാണ്. ഇവൻ തന്നെ PR വർക്ക് നടത്തിയിട്ട് എന്റെ റിക്വസ്റ്റിലേക്ക് വന്നതായിരിക്കാം. നാണണ്ട നാറി. നിന്റെ ഫാൻസിന് തീരെയും പുള്ളി പറഞ്ഞത് ഞങ്ങളുടെ ഡിസ്കോഡ് കൊണ്ടിടുന്നത് PR വർക്കായിട്ട്. 10-15 വയസ്സുള്ള പിള്ളേരായിരിക്കും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. വിവരം വേണല്ലോ. എടാ ഇനി മേലാല് എന്നെ വെച്ച് എന്നായിട്ട് റിയാക്ട് ചെയ്യാൻ നിന്റെ ചെള്ളനെ അടിച്ചു പിടിക്കും. നിന്റെ ഗെയിമിന് കാണിക്കുന്ന മറ്റുള്ളവരെ തെറി പറഞ്ഞാൽ എന്നെ പറയാൻ നിക്കണ്ട കേട്ടോ. എന്നെ പറയാൻ നിക്കണ്ട. നിന്റെ ചപ്പടിച്ച് ഞാൻ പൊളിക്കും. പണ്ട് 10ാം ക്ലാസ് പഠിക്കുമ്പോ ഒരുത്തന്റെ തല അടിച്ച് പൊളിച്ചിട്ടുള്ള ഡയലോഗ് ആണല്ലോ കേട്ടോ. 10ാം ക്ലാസ്സിലെ ഫൈറ്റ് എനിക്ക് ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല. ഇപ്പൊ പറഞ്ഞേക്ക്. പിന്നെ എന്റെ ഫാൻസ് പുണ്ടച്ചി മക്കളോട് മര്യാദക്കാണ് മര്യാദ തെറി പറയാൻ അറിയാത്തോണ്ടല്ലോ കേട്ടോ. നിർത്തിക്കാള് ഇവിടെ വെച്ച് നിർത്തിക്കാള്. ഇന്നെ വെച്ച് റിയാക്ട് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. എനിക്ക് ഇന്ത്യ ഔദാര്യത്തിലല്ല ഞാൻ വന്നത്. കേട്ടറാ ഡ്രീമർ, നീ കേൾക്കുന്നുണ്ടോ? നീ ഡ്രീമർ OP കേരളത്തിന്റെ ബ്രാൻഡാ. പിന്നെ ഭരണിപ്പാട്ട് എനിക്ക് പാടാൻ അറിയാത്തോണ്ടല്ല. സായി പോപ്പി അല്ല, ഏത് മറ്റോ വന്നാലും എനിക്ക് പറയാൻ അറിയാം. നമ്മളും കുറെ തെറി പറയാൻ അറിയാത്തുണ്ട്. കുറെ ക്ഷമിക്കുന്നുണ്ട് നാറിയെ. നിന്നെപ്പോലുള്ളമാരെ പേടിച്ചിട്ടല്ല, വേണ്ട വിചാരിച്ചിട്ടാ. കളിക്കത് 2 ഉണ്ടോ ഇല്ല. ഗെയിമറാണ് യൂട്യൂബറാണ് വിചാരിച്ചു എന്റെ നെഞ്ചത്ത് കയറി നിൽക്കരുത്. അപരാധി മോനെ, അവിടുന്ന് ഇനി എന്നെ കൊണ്ട് ഞാൻ വരപ്പിക്കും കേട്ടോ. ഫാൻസ് മുണ്ടച്ചികളെ ഞാൻ പറയുന്നത് അവർക്ക് തന്തയില്ലായ്മത്തരം കാണിക്കും. ഏതൊക്കെ യൂണിവേഴ്സ് അല്ലേ ഇതൊക്കെ.
അവിടെ കുറച്ച് 2-3 രോമ എക്സ്ട്രാ വരച്ചെന്ന് പറഞ്ഞ എന്താ പ്രശ്നം? ചാറ്റിൽ എന്താ പ്രശ്നം? താടി താടി ഉള്ള ഭംഗിയുണ്ട് ഇങ്ങനെ വന്നാ. നീ അധികം എന്നെ അങ്ങ് പുഷ്ടിപ്പിക്കല്ലേ ഏട്ടാ. Means a lot. Thank you so much. Means a lot. Anna, hi. I hope you and your family are doing well. Anna, if you like this content, please check if you are regarding general VC. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഫോണിൽ പ്രീ ഓർഡർ റെഡി എന്നൊരു മെസ്സേജ്. ഒന്നും നോക്കിയില്ല, അപ്പൊ തന്നെ വണ്ടി എടുത്ത് പോയി സാധനം നോക്കി. ഡെസ്റ്റിൻ റൈവൽസിന്റെ ബൂസ്റ്റർ ബണ്ടിൽ വിത്ത് പ്രൈസ് ഓഫ് 2500. ഇതുവരെ ഇല്ലാത്തൊരു കളക്ഷൻ സാധനം ഇതാണ് കേട്ടാ. സത്യം പറയാല്ലേ. ഇത് കിട്ടിയ ഊട്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡ് കളക്ഷൻ ഉണ്ടോ ഗൈസ്? നിങ്ങൾക്ക് ഈ സെറ്റിലെ നമ്മുടെ മെയിൻ ചേസ് കാർഡ് ടീം റോക്കറ്റ്സ് മ്യൂട്ടു വിത്ത് പ്രൈസ് ഓഫ് 32,000 ഇന്ത്യൻ റുപ്പീസ്. ഇത് കൂടാതെ ഈതൻ സൊഹോയും സിന്ധ്യാസ് കർച്ചമ്പും ചേസ് ഉൾപ്പെട്ടു. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായി ഈ സെറ്റിന്റെ പല വെറൈറ്റി ഓഫ് പാക്സ് നമ്മൾ ഓൾറെഡി തുറന്നതാണ്. ആൻഡ് ഇനി വരാൻ പോകുന്ന യൂട്യൂബ് വീഡിയോയിൽ 17,000 രൂപ വരുന്ന ഈ സെറ്റിന്റെ ബൂസ്റ്റർ ബോക്സ് ആണ് നമ്മൾ തുറക്കാൻ പോകുന്നത്. മാത്രമല്ല പോക്കിമോൺ കാർഡ്സിന്റെ ബേസിക്സിനെ കുറിച്ചുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം. ഇത് അറിയാത്തവരുടെ ഞാൻ പറഞ്ഞുതരാം. ഈ ബഞ്ച് ഓഫ് കാർഡ്സിലൊക്കെ ഏതെങ്കിലും ഒരു റയർ കാർഡൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ 750 രൂപയ്ക്ക് 800 രൂപയ്ക്ക് മേടിക്കുന്ന ഒരു കാർഡിന്റെ പാക്കേജിനകത്ത് ഒരു റയർ കാർഡൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സിംഗിൾ കാർഡിന് 20,000 30,000 രൂപയൊക്കെ ഉള്ള കാർഡുകളൊക്കെ ഉണ്ട്. ഒരു സിംഗിൾ ഒരു കാർഡ്. എടാ അത് നിനക്ക് ഒരു വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാം. റയറിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും ഈ കാർഡിന്റെ. അതുകൊണ്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഈ കാർഡിന്റെ റയറിറ്റി എത്രയാണെന്ന് അറിയാൻ പറ്റും. അപ്പൊ ആ റയറിറ്റി അനുസരിച്ച് പ്രൈസ് കൂടിക്കൊണ്ടേയിരിക്കും. ഇത് ഭയങ്കര എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്, മനസ്സിലായ? ലക്കാണ്. പിന്നെ നമുക്ക് സാധനം കാർഡ് മേടിക്കുന്ന എല്ലാത്തിനകത്തും അങ്ങനത്തെ കാർഡ് ഉണ്ടാവണമെന്നൊന്നും ഇല്ല, മനസ്സിലായ? കളിക്കാൻ പറ്റുമോ? ഇത് കളിക്കുന്ന കാർഡല്ലല്ലോ, ഇത് കളക്ഷനബിൾ അല്ലേ ഗൈസ്? ഇത് കളക്ഷനബിൾ അല്ലേ? ഇത് കളിക്കാൻ പറ്റും ഇതൊക്കെ വെച്ച്? എനിക്ക് അറിഞ്ഞൂടാ. സോ നിങ്ങൾക്ക് പോക്കിമോൺ കാർഡ്സ് കളക്ട് ചെയ്ത് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പോക്കിമോൺ 151 ശേഷം ഫാൻസ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത സെറ്റാണ് ഡെസ്റ്റിൻ റൈവൽസ്. ബട്ട് ഈ സെറ്റിലെ ആർട്ട് വർക്ക് പറയുന്നത്ര ഹൈപ്പ് കൊണ്ടുവരുന്നില്ല എന്നാണ് പോക്കിമോൺ കമ്മ്യൂണിറ്റിയിലെ ഒരു 50% ആൾക്കാരുടെ അഭിപ്രായം. ഈ സെറ്റിലെ കാർഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് കാർഡ് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാം. നീ പോക്കിമോൺ കാണുമായിരുന്നോടാ രഘുലേ? ഞാൻ പണ്ട് ആഷ് ഇതൊക്കെ കാണുമായിരുന്നോ? കാണുമായിരുന്നോ? പിന്നെ ടീം RR